നമസ്കാരം. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞു സിനിമയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സിനിമയുടെ പേര് ബേക്കാസ്. 2012 ഇറാഖിന്റെ അധീനതയിലായിരുന്ന കുർദിസ്ഥാനിലും ഇറാഖിലുമായി ചിത്രീകരിച്ച ഈ കുർദിഷ് ഭാഷയിലുള്ള സിനിമ സ്വീഡനിലും ഫിൻലാൻഡിലുമാണ് റിലീസ് ചെയ്തത്. ഭവനരഹിതരായ അനാഥർ എന്നാണ് ബേക്കാസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1990 സദ്ദാം ഹുസൈൻ ഭരിക്കുന്ന ഇറാഖിലാണ് കഥ നടക്കുന്നത്. 6 വയസ്സുകാരനായ സാനയുടെയും 10 വയസ്സുകാരനായ ചേട്ടൻ ഡാനയുടെയും കഥയാണ് ബേക്കാസ്. അവർ അനാഥരാണ്. അന്തി ഉറങ്ങാൻ അവർക്കൊരു വീട് പോലുമില്ല. തെരുവിൽ ഷൂ പോളിഷ് ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. കുർദുകളുടെ നേർക്ക് സദ്ദാം ഹുസൈൻ നടത്തിയ കൂട്ടക്കുരുതിയിൽ അവർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. വളരെ രസകരമായാണ് സാനയുടെയും ഡാനയുടെയും കഥ സംവിധായകൻ പറയുന്നതെങ്കിലും ബേക്കാസ് എന്ന സിനിമയുടെ അന്തർധാര ഇറാഖിലെ അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെയാണ്. കുർദിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഒരു സൂപ്പർമാൻ സിനിമയുടെ പ്രദർശനം നടക്കുന്നതിനിടയിൽ ഒളിഞ്ഞു നിന്ന് ഏതാനും ദൃശ്യങ്ങൾ കണ്ട നിഷ്കളങ്കരായ സാനയും ഡാനയും സൂപ്പർമാൻ ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ, തങ്ങളെ ദ്രോഹിച്ചവരോട് പകരം ചോദിക്കാനും മരിച്ചുപോയ തങ്ങളുടെ മാതാപിതാക്കളെ പുനർജീവിപ്പിക്കാനും സൂപ്പർമാനെ ഇറാഖിലേക്ക് കൊണ്ടുവരണമെന്ന് അവരൊരു തീരുമാനമെടുക്കും. തങ്ങളെ ദ്രോഹിച്ചവരുടെ വലിയൊരു ലിസ്റ്റ് തന്നെ ഇളയവനായ സാന തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ പേര് സദ്ദാം ഹുസൈൻ്റെയാണ്. സൂപ്പർമാൻ അമേരിക്കയിലാണ് ഉള്ളതെന്ന് അവർക്കറിയാം. അവരുടെ അറിവിൽ അമേരിക്ക കുർദിസ്ഥാനിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന മലനിരകളുടെ അപ്പുറത്താണ് എന്നാണ് കരുതിയിരിക്കുന്നത്. 2-3 ദിവസം കൊണ്ട് മലനിരകൾ കയറി ഇറങ്ങി അമേരിക്കയിലേക്ക് എത്താമെന്ന് അവർ കരുതുകയാണ്. പക്ഷെ അത്രയും ദൂരം പോകണമെങ്കിൽ ഒരു വാഹനം വേണമല്ലോ. തങ്ങളുടെ അതുവരെയുള്ള സമ്പാദ്യം നൽകി അവർ ഒരു കഴുതയെ വാങ്ങും. ആ കഴുതയെ ഇഷ്ടപ്പെടാൻ അവർക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കഴുതയുടെ തലയിൽ BMW കാറിന്റെ ലോഗോ ഒരു ചരടിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആ കഴുതയ്ക്ക് അവർ മൈക്കിൾ ജാക്സൺ എന്ന പേര് നൽകും. അടുത്ത ഒരു കടമ്പ അമേരിക്കയിലേക്ക് പോകാൻ പാസ്പോർട്ട് വേണമെന്നതാണ്. 2 ചെറിയ പുസ്തകങ്ങളിൽ തങ്ങളുടെ പേരും വയസ്സും മുഖത്തിന്റെ ചിത്രമൊക്കെ വരച്ച് അനിയനായ സാന ഇരുവർക്കുമുള്ള പാസ്പോർട്ട് തയ്യാറാക്കി. അങ്ങനെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ആശീർവാദമൊക്കെ വാങ്ങി അവർ അമേരിക്കയ്ക്ക് യാത്ര പുറപ്പെടുകയാണ്. വളരെ രസകരമായാണ് അവരുടെ യാത്ര സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ചേട്ടനായ ഡാനയ്ക്ക് അമേരിക്കയിലേക്ക് പോകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവളുടെ കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറാൻ പോവുകയാണ്. മൈക്കിൾ ജാക്സൺ എന്ന കഴുതയുടെ പുറത്തേറി അമേരിക്കയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ചേട്ടന്റെ ആ പ്രണയകഥ അനുജനായ സാനയ്ക്ക് അറിയില്ലായിരുന്നു. പുതുമുഖമായിട്ട് കൂടി മികച്ച പ്രകടനമാണ് സാനയായി അഭിനയിച്ച് സമത്താഹ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈനറായോ ഒരു റോഡ് മൂവിയായോ ഈ ചിത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മികച്ച ദൃശ്യങ്ങളും പശ്ചാത്തല സംഗീതവും ആസ്വാദനത്തിന്റെ നിലവാരം വളരെയധികം ഉയർത്തുന്നുമുണ്ട്. കുർദിഷ് സംവിധായകനായ കർസാൻ ഖാദർ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയെടുക്കുകയായിരുന്നു. 2012 ദുബായ് ഫിലിം ഫെസ്റ്റിവലിൽ പീപ്പിൾ ചോയ്സ് അവാർഡ് ബേക്കാസ് നേടുകയുണ്ടായി. സിനിമ കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. മറ്റൊരു നല്ല സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.